ഇപ്പോഴത്തെ ക്രിസ്മസ് ഒക്കെ വരുമ്പം ചെറുപ്പകാലത്തിലെ എൻ്റെ ക്രിസ്മസിനെ കുറിച്ചൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. അതൊക്കെ ഭയങ്കര സന്തോഷം. ഇന്ന് രാത്രിയിലൊക്കെ പള്ളിയിൽ പോകണതൊക്കെ കേൾക്കാനൊക്കെ ഉറക്കമൊന്നും ഇല്ലാതെ രാത്രി പാതിരാക്കൊക്കെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാനൊക്കെ ഭയങ്കര ഉത്സാഹത്തോടെ ഏറ്റു പോകുമായിരുന്നു. കരോൾപ്പുരികാർ വരുന്ന നോക്കിയിരുന്നുണ്ട്. അവർ വരുന്ന അവരുടെ കയ്യിലുള്ള ഈശോയെ അതിന് രൂപ കൊടുക്കാനും ആരൊക്കെയാണ് വരുന്നത് എന്നൊക്കെ ഇതിനെ ആകാംക്ഷപൂർവ്വം നോക്കിയിരിക്കുന്നൊരു കാലഘട്ടമായിരുന്നു അന്നത്തെ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ കറണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ചൂട്ടുമൊക്കെ കത്തിച്ച് കരോൾപ്പുരിന് പോവുക, അയൽവക്കത്തെ വീടുകളിലൊക്കെ കയറി ചെന്ന് ചെറിയ അന്ന് ഏതെങ്കിലും ഒരു ചെണ്ടയ്ക്ക് പകരം എന്തെങ്കിലും ഒരു സാധനം കൊട്ടാനമൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അതൊക്കെ കൊട്ടി അയൽവക്കത്തെ പിള്ളേരൊക്കെ ആയിട്ട് ഒരു സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. രാത്രി ചൂട്ടൊക്കെ കത്തിച്ച് പോകാന്ന് പറയുമ്പോൾ അത് വരുന്നത് വരെ ഞാൻ നോക്കിയിരിക്കുന്ന ഒരവസരം ഉണ്ടായിരുന്നു. ഞാനൊക്കെ രാത്രിയിൽ ഇങ്ങനെ പള്ളിയിൽ പോകാനൊക്കെ ഭയങ്കര ഉത്സാഹമായിട്ട് എഴുന്നേറ്റ് രാത്രിയിൽ ഒരു ദിവസം പോലും ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഒരു ക്രിസ്മസ് പോലും പകൽ കുർബാന കണ്ടിട്ടില്ല. എത്രയും എല്ലാ രാത്രിയിലും രാത്രി കുർബാനയ്ക്ക് പോയിട്ടില്ല. കല്യാണം രാത്രി കുർബാനയ്ക്ക് പോകാന്ന് പറയുമ്പോൾ ഒരു ഹരമായിരുന്നു. അതിനൊരു പ്രത്യേക താല്പര്യമായിരുന്നു. ചൂട്ടൊക്കെ കത്തിച്ച് അയൽവക്കത്തെ പിള്ളേരും ഞങ്ങളും ഒക്കെ കൂടെ കൂടി ഒന്നിച്ച് ഇവിടുന്ന് പുന്നത്തറ വരെ നടന്നു പോകാന്ന് പറയുമ്പോൾ അതിന് ഒരു പ്രത്യേക താല്പര്യമായിരുന്നു. ഈന്തല എവിടെയുണ്ടോ അവിടെ പോയി ഈന്തല വെട്ടിക്കൊണ്ട് വന്ന് അതുകൊണ്ട് പുൽക്കൂടുണ്ടാക്കും. ഞങ്ങളൊക്കെ കപ്പക്കോല് ഈന്തലയും കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ വിളക്ക് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വിളക്ക് കത്തിച്ച് വെച്ച് വെട്ടം, ചിമ്മിനി വിളക്കൊക്കെ കത്തിച്ച് വെച്ച വെട്ടം ഉണ്ടാക്കുന്നുണ്ട്. ഇന്നത്തെ പോലെ രാജാക്കന്മാരുടെ ഇതൊന്നും പ്രതിമയൊന്നുമില്ല. അന്ന് എവിടെന്നെങ്കിലും രണ്ട് ഫോട്ടോ സംഘടിപ്പിച്ച് വെച്ച് അതൊക്കെയാ. അയൽവക്കത്തെ ആരുടെ നല്ല കൂടുന്ന് ഇങ്ങനെ തപ്പിപ്പോവും. അയൽവക്കത്തെ കൂടെ ഇങ്ങനെ ഉണ്ട്, അവരും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കും. ഒരു രസകരമായ അനുഭവമായിരുന്നു. മടല് വെട്ടി ഇതിന് വേണ്ടുന്ന ഉപകരണങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത് തിരി അകത്ത് കത്തിച്ചു വെക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കിയ സ്റ്റാറൊക്കെ ഉണ്ടാക്കുന്ന നക്ഷത്രത്തിനകത്ത് ഒരു തിരിയൊക്കെ കത്തിച്ചു വെക്കാനുള്ള സൗകര്യത്തോടു കൂടി നക്ഷത്രം ഉണ്ടാക്കി എവിടെയെങ്കിലും കെട്ടിത്തൂക്കിയിടും. എന്നിട്ട് നമ്മുടെ ആ ഈശോയുടെ വരവ് ഒരു പ്രത്യേക ആകാംക്ഷയോടെ ഇങ്ങനെ ആളുകൾ വരുന്നു. ക്രിസ്മസ് വരാറാകുന്നതോട് കൂടെ ഒരു വലിയ സന്തോഷമായിരുന്നു. ആ കൂട്ടത്തിൽ ബന്ധത്തിൽ ആരെങ്കിലും പിള്ളേരൊക്കെ വരുന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരു സന്തോഷമായിട്ട് ഉത്സാഹമായിട്ട് നടന്നിരുന്നൊരു കാലഘട്ടമാണ്. ഓർക്കുമ്പോൾ ഇന്നും അതിനൊക്കെ ഓർക്കുമ്പോൾ കറണ്ടില്ലാത്തൊരു കാലഘട്ടം, വിളക്കും അത് തിരിയും ഒക്കെ കത്തിച്ചു വെച്ചാൽ അന്ന് അന്നത്തെ കാലങ്ങൾ കഴിഞ്ഞു കൊണ്ടിരുന്നത്. ക്രിസ്മസ് പാപ്പായൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. ചുവന്ന ഉടുപ്പൊക്കെ ഇട്ട് പിതാക്കന്മാരെയൊക്കെ വരുന്ന പോലെയാണ് നമ്മുടെ വിചാരം. അവരെ കാണും കുഞ്ഞായിരിക്കുമ്പോ ക്രിസ്മസ് പാപ്പായ എന്താണെന്നൊന്നും അറിയത്തില്ല. എന്നാലും വലിയൊരു ആള് നല്ല ചുവന്ന ഉടുപ്പൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷം. കരോളിനൊക്കെ വരുമ്പോഴത്തേക്ക് അയലൊക്കത്തുള്ള ചേട്ടന്മാർ മുഴുവൻ ഞങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ വരുമ്പോൾ അയലൊക്കത്തുള്ള എല്ലാ ചേട്ടന്മാരുടെ കൂടി ഒരുമിച്ചാണ് വരുന്നത്. അപ്പൊ ഞങ്ങളോട് പറയും നേരത്തെ കടുങ്ങാപ്പി തിളപ്പിച്ചിട്ടാക്കണം. വീട്ടിൽ പറയും കടുങ്ങാപ്പി തിളപ്പിച്ചിട്ടാണ്. അപ്പൊ കടുങ്ങാപ്പിയൊക്കെ കൊടുത്ത് അവർ വന്ന് പിന്നെ ഒരു ആഘോഷമാണ്. കടുങ്ങാപ്പിയൊക്കെ കുടിച്ച് എല്ലാവരും. അന്നത്തെ കാലത്ത് കേക്കൊന്നും മുറിക്കൊന്നും പരിപാടിയൊന്നും ഇല്ല. കടുങ്ങാപ്പിയുടെ കൂടെ വീട്ടിൽ എന്തെങ്കിലും കടിക്കാനൊക്കെ കൊടുക്കുക, അത്രയൊക്കെ ഉള്ളു. കേക്ക് മുറിക്കൊക്കെ ഈ ആ കാലഘട്ടത്തിലൊന്നും കേക്കൊന്നും ഞങ്ങളുടെ ഒന്നും ചെറുപ്പത്തിലൊന്നും കേക്കൊന്നും ഇങ്ങനെ കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ കേക്ക് മുറിച്ചതൊന്നും ഒരനുഭവമൊന്നും തോന്നില്ല. അവരെല്ലാം ഇങ്ങനെ അകലേനെ വിളക്കുമൊക്കെ കത്തിച്ച് ചിമ്മിനി വിളക്കുമൊക്കെ പിടിച്ച് വരുന്നത് ആ കേക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര. അന്നത്തെ രാത്രി ഞങ്ങളൊന്നും ഉറങ്ങിയല്ല. ചെറുപ്പത്തിലൊക്കെ ക്രിസ്മസ് രാത്രി എന്ന് പറഞ്ഞാൽ കരോൾ വരുന്ന ദിവസം നോക്കിയിരിക്കാം. പക്ഷെ ചിലപ്പോൾ 2 മണിക്കൊക്കെ ആയിരിക്കും വരുന്നത് വെളുപ്പിനെ. എല്ലായിടത്തും കയറി ഇറങ്ങി ഇങ്ങനെ വരുമ്പോഴത്തേക്കും രാത്രി മുഴുവനും നടക്കുക. നേരം വെളുക്കുന്നതിന് നമ്മളിങ്ങനെ ഉറങ്ങാതെ നോക്കിയിരിക്കുകയാണ്. അവരുടെ ഒച്ച കേൾക്കാൻ നോക്കിയിരിക്കുകയാണ്. അന്നിങ്ങനെ പിള്ളേരെക്കാൾ കൂടുതൽ അവിടുത്തെ അപ്പച്ചന്മാരും ചേട്ടന്മാരും ഒക്കെ വരുന്നത്. അപ്പൊ അവരെ ഭയങ്കര സന്തോഷം നമുക്ക് അന്നേരം. നമുക്ക് ചൂട്ടുകയറ്റം കെട്ടിവെക്കും. ക്രിസ്മസ് വരുന്നതിന് 2 ആഴ്ച മുമ്പേ ആ രാത്രി പോകാൻ വേണ്ടിയിട്ട് ചൂട്ടുകയറ്റ ചിലപ്പോൾ വേറെ അടുത്ത വീട്ടിലില്ലെങ്കിൽ അവർക്കും കൊടുക്കത്തൊക്കെ തയ്യാറായിട്ട് ഇവിടെ നമ്മുടെ വീട്ടിൽ അന്ന് തെങ്ങൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചൂട്ടും മടലും ഒക്കെ ഉണ്ട്. അപ്പോൾ ചൂട്ടൊക്കെ കരുതൽ സ്റ്റോക്ക് ചെയ്യും. പ്രത്യേകിച്ച് ഞങ്ങളുടെ വീട്ടിലൊക്കെ ആരെങ്കിലും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് അത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് ദിവസങ്ങൾക്ക് മുമ്പേ
ചൂട്ടുകറ്റയൊക്കെ കെട്ടിവെച്ച് രാത്രി അതൊക്കെ ഉപയോഗിച്ച് അയൽവക്കത്തെ ആൾക്കാരും എല്ലാം കൂടെ ഒരു യാതയായിട്ടാണ് പോകുന്നത്. പടക്കം പൊട്ടിയുടെ അവിടെ പൊട്ടിയതൊന്നുമില്ല, അതൊക്കെ കേൾക്കുന്നതാണ്. അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ കടനകത്ത് അവരുടെ വീട്ടിലൊക്കെ ഇങ്ങനെ പടക്കം പൊട്ടുന്നത് കേൾക്കാമെന്നുള്ളതല്ലാതെ ഞങ്ങളൊന്നും പടക്കമൊന്നും മേടിച്ച് പൊട്ടിക്കാറൊന്നുമില്ല. ബലൂൺ ഉണ്ടായിരുന്നു, അന്നും ബലൂൺ വേർപ്പിച്ച് കെട്ടുവോ അല്ലെങ്കിൽ കൊണ്ട് നടക്കുവോ കയ്യിലൊക്കെ തരുവൊക്കെ ചെയ്യായിരുന്നു അന്നേരമൊക്കെ. ഞങ്ങൾക്കൊക്കെ അന്നേരം ക്രിസ്മസും പെരുന്നാളും എല്ലാം കൂടെ ഒരുമിച്ചാകുമ്പോ അതിന്റെ വലിയൊരു ആഘോഷമായിരുന്നു. ആ ദിവസങ്ങൾ ക്രിസ്മസ് എന്ന് പറയുമ്പോഴത്തേക്കും പെരുന്നാളും ക്രിസ്മസും ഒന്നിച്ചാ. അപ്പൊ അത് വലിയൊരു ഉഴവപ്പള്ളിയിലെ പെരുന്നാൾ എന്ന് പറയുമ്പോഴത്തേനും അതും ഈ കൂടത്തില്ല. അപ്പൊ അത് ഭയങ്കര ഒരു സന്തോഷമാണ്. 25-ം തീയതി ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ് വൈകിട്ട് പെരുന്നാളിടാൻ പോവാ. ഉടുപ്പൊന്നും വരുന്നത് അന്നത്തെ കാലത്ത് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നല്ലത് ഇടും, ഉള്ളയിൽ നല്ലത് ഇടുക, ഇല്ലെങ്കിൽ മേടിച്ചു തരും. അത്രേ ഉള്ളൂ. തീരെ ഇല്ലെങ്കിൽ മേടിച്ചു തരും. അല്ലാതെ ക്രിസ്മസിന് ഒരു ഉടുപ്പൊന്നും പരിപാടിയില്ല. ഭക്ഷണമൊക്കെ പിന്നെ അന്ന് ഇറച്ചിയും മീനും ഒക്കെ മേടിക്കുന്നത് 25 ദിവസമായിട്ട് ഇറച്ചി മേടിക്കുന്നുണ്ടാകുകയില്ല. അന്ന് ഇച്ചിരി മേടിക്കും. അപ്പൊ അതൊരു വയറ് നിറച്ച് അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ കൂട്ടി ചോറുണ്ടാവുന്നുള്ള അതെല്ലാം എന്നാ ശരിക്കും പറഞ്ഞാൽ ഒരു ആഘോഷം തന്നെയാണ്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ആഘോഷം തന്നെ. ഞങ്ങളെയൊക്കെ ചെറുപ്പത്തില് ഞങ്ങളെ ക്രിസ്മസ് തുടങ്ങുമ്പോഴേ സിസ്റ്റേഴ്സ് പറയും, പുള്ളിരാലെ കുറച്ച് കുഞ്ഞുനീശ എന്നെ സ്നേഹിപ്പാൻ എന്നെ പഠിപ്പിക്കണം. ഈ സുഹൃദേവ എല്ലാ ദിവസവും ചെല്ലിക്കൊള്ളുക. എപ്പോഴും നടക്കുന്ന വഴിക്കൊക്കെ ഞങ്ങൾ ചെല്ലിക്കൊണ്ട് നടക്കാറുണ്ട്. അങ്ങനെ ഓരോ സുഹൃദേവങ്ങൾ അങ്ങനെ 25 ദിവസം. ഇന്നിപ്പോ പിള്ളേർ പുൽക്കൂടനാക്കാൻ ഉണ്ണീശയ്ക്ക് മോതിരം, ഉണ്ണീശയ്ക്ക് വള ഒക്കെ കൊടുക്കുന്ന പോലെ ഞങ്ങൾ അന്ന് ഇങ്ങനെ അതൊക്കെ ഞങ്ങളും അന്ന് ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. സിസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞു തരും, അല്ല ടീച്ചേഴ്സ് പറഞ്ഞു തരും. അതൊക്കെ ഒരു സന്തോഷമായിരുന്നു നമുക്ക്. അതൊക്കെ വലിയ ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു.